എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഒരുപാട് നാളായി, കുറേ നാൾ മുന്നേ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, അതിന് ശേഷം ഇപ്പോഴാണ് നോക്കുന്നത്. ഓക്കെ, ഇത് പെട്ടെന്ന് ഓർത്തു അത് ചെയ്യാമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ അത് നോക്കാം അല്ലേ. എല്ലാവരുടെ ഓണം പർച്ചേസിംഗ് ഒക്കെ തുടങ്ങിയോ? എന്തൊക്കെയാണ് നടക്കുന്നത്? ഇവിടെ ആസ് യൂഷ്വൽ നടക്കുന്നു. അമ്മ ബെറ്ററാണ്. ഓക്കെ, ഞാൻ പലരോടും പറഞ്ഞിരുന്നു അമ്മയ്ക്ക് കുറച്ച് സുഖം, മദറിലൊക്കെ കുറച്ച് കണ്ണിനൊരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. ബെറ്ററാണിപ്പോൾ കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജസിൽ, എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ റീഡിങ്ങിലേക്ക് പോകാൻ അധികം വഹിക്കുന്നില്ല. ഓർക്കുക, അതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്തോളൂ, ചെയ്തു തരുന്നതാണ് കേട്ടോ. സെയിം ഡേയിൽ തന്നെ കഴിയുന്നതും ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഓണം ഓഫറൊന്നും ഇല്ലേ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓണം ഓഫറൊന്നും ഇടുന്നില്ല, കാരണം ഇപ്പം തന്നെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഓഫറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഓവർവെൽമിംഗ് ആയിട്ട് റീഡിങ് വന്നു കഴിഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ടു പോകും. അപ്പം അതുകൊണ്ട് ഞാൻ ഓഫറൊന്നും ഇടുന്നില്ല കേട്ടോ. എൻ്റെ അടുത്ത് റീഡിങ്ങിന് വന്നവർക്കറിയായിരിക്കും, ഞാൻ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യാറ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഞാൻ ഓഫറായിട്ട് അങ്ങനെയൊന്നും ഇടുന്നില്ല. ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാരിഫൈ ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റിൽ അവരുടെ പേഴ്സണുമായിട്ട് എങ്ങനെയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഒരു പാസ്റ്റിൽ അവരുടെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസ്, റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പ്, അവരുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് എങ്ങനെയായിരുന്നു എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരും. Page of Pentacles, Page of Cups, Ace of Pentacles, Six of Cups. കേസ് ബൈ കേസ് ആയിരിക്കും പറഞ്ഞു തരാം കേട്ടോ. 10 of Cups, Devil, 4 of Cups, Ace of Cups, 7 of Swords, 4 of Wands, Strength, Lovers, Hermit, bottom of the deck. കാണാമല്ലോ അല്ലേ. നിങ്ങളിൽ പലരും കേസ് ബൈ കേസ്, ചിലപ്പോൾ ഓരോ കാർഡ് ഓരോരുത്തർക്കായിരിക്കും റെസനേറ്റ് ആവുന്നത്. കാരണം പലരും പല രീതിയിലാണ് പാസ്റ്റിൽ അവരുടെ പേഴ്സണുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടാവുക അല്ലേ. ആദ്യമായിട്ട് എനിക്ക് കാണുന്നത് നിങ്ങൾ ഓൺലൈൻ വഴി പരിചയപ്പെട്ടവരാണ്, ലൈക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ചാറ്റിംഗ് അങ്ങനെ വഴി പരിചയപ്പെട്ട ആൾക്കാരാണ് എന്ന് കാണുന്നു. ഓക്കെ, അങ്ങനെ പരസ്പരം കണ്ടും പോസ്റ്റ് ലൈക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതായിരിക്കണം. അങ്ങനെ കണക്ട് ചെയ്തു. 2 കാർഡ് എനിക്ക് കമ്മ്യൂണിക്കേഷൻ്റെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഓൺലൈൻ കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ തമ്മിൽ നമ്പേഴ്സ് കൈമാറിയിട്ടുണ്ടായിരിക്കും. പിന്നീട് സംസാരം തുടങ്ങി, അങ്ങനെ ഒരു കണക്ഷൻ വന്നു എന്ന് കാണുന്നു. ഓക്കെ, രണ്ടാമത്തെ സിനാറിയോയിൽ വർക്ക് റിലേറ്റഡ് ആയിട്ട് പുതിയ ജോലിക്ക് ജോയിൻ ചെയ്ത് അവിടെ നിങ്ങളുടെ പേഴ്സൺ അവിടെ ഉണ്ടായിരുന്നു. അന്നേരം നിങ്ങൾ അവരെയോ അവർ നിങ്ങളെയോ ആ ജോലിയിൽ സഹായിച്ചിട്ടുണ്ട്. ആദ്യം ഒന്നും അറിയില്ലല്ലോ നമുക്ക് ജോലി ചെയ്യാൻ. ആ ജോലിയിൽ അവർ നിങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ എനിക്ക് വേറെയും കണക്റ്റ് ആവുന്നത്, നിങ്ങൾ ലോൺ എടുക്കാനോ മറ്റോ ബാങ്കിൽ ഒക്കെ ഇപ്പോൾ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ട് സ്വർണം പണയം വയ്ക്കാൻ പോയതാവാം, അല്ലെങ്കിൽ ലോണിന് വേണ്ടിയിട്ട് ബാങ്കിന് അപ്രോച്ച് ചെയ്തതാവാം. ഈ 2 സിനാറിയോയിലും അവിടെ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരുന്നു. ആ ഓഫീസിൽ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരുന്നു, വർക്ക് റിലേറ്റഡ് ആയിട്ട് തന്നെ. ഓക്കെ, അവിടെയും അങ്ങനെ തുടങ്ങിയ കണക്ഷൻ ബാങ്ക് വഴി അല്ലെങ്കിൽ ഫൈനാൻസ് വഴി
ഉള്ള കണക്ഷൻ നിങ്ങൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയി എപ്പോഴും സംസാരിക്കാറുണ്ടായിരിക്കും, എപ്പോഴും കാണേണ്ട സാഹചര്യം വരാറുണ്ട്. അങ്ങനെ ഒരു കണക്ഷൻ വന്നതാവാനും സാധ്യതയുണ്ട് കേട്ടോ. അടുത്തത് നിങ്ങളുടേത് വളരെ ലോങ് ടേം റിലേഷൻഷിപ്പാണ്. ഏത് കാർഡ് ആർക്ക് റെസനേറ്റ് ആകുന്നോ അത് മാത്രമേ എടുക്കുക. ലോങ് ടേം റിലേഷൻഷിപ്പാണ്. സ്കൂൾ കോളേജ് ടൈം മുതൽ നിങ്ങൾക്ക് പരസ്പരം അറിയാം, അല്ലെങ്കിൽ ഇവർ നിങ്ങളുടെ ഒരു ദൂരത്തിലുള്ള ഒരു റിലേറ്റീവോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, കുറേ കാലമായിട്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാം. അന്ന് മുതലേ ഉള്ള സൗഹൃദമാണ്. ഇടയ്ക്ക് വിട്ടുപോയിരിക്കാം. ഓക്കെ, വീണ്ടും ഒരു റീയൂണിയനൊക്കെ വന്ന സമയത്ത് റീകണക്ഷൻ ആയി. അവിടെ നിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയ ഓർമ്മകളൊക്കെ അയവിറക്കി അങ്ങനെ വീണ്ടും സംസാരിച്ചു തുടങ്ങി അതൊരു റിലേഷനിലെത്തി എന്നും കാണുന്നു കേട്ടോ. അതേപോലെ നിങ്ങൾ ഒരേ കുടുംബത്തിലുള്ള ആൾക്കാരുമായിരിക്കാം കേട്ടോ. ഒരേ ഫാമിലി, മേ ബി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം പാസ്റ്റിൽ, കല്യാണം വഴി കണക്റ്റഡ് ആയ വ്യക്തികൾ. ഓക്കെ, അല്ലെങ്കിൽ ഒരേ കുടുംബത്തിലുള്ള വ്യക്തികളാണ്. എന്തെങ്കിലും രീതിയിൽ റിലേറ്റഡ് ആയിരിക്കാം നിങ്ങൾ. ഓക്കെ, അതുകൊണ്ട് തന്നെ പരസ്പരം അറിയാം. കുറേ കാലമായിട്ട് പരസ്പരം അറിയാവുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നും കാണുന്നു. പാസ്റ്റ് അത് പ്രസൻറ്റിലും അങ്ങനെ തന്നെ ആയിരിക്കും, ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ഫാമിലി വിട്ടു പോകുന്നില്ലല്ലോ, അതുകൊണ്ട് പ്രസൻറ്റിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരേ കുടുംബത്തിൽപ്പെട്ട വ്യക്തികൾ എന്ന് കാണുന്നു. അത് ഏത് തരം റിലേഷനും ആയിരിക്കാം. ഓക്കെ, അതേപോലെ ഡെവിൾ എനിക്കൊന്ന് ക്ലാരിഫൈ ചെയ്യണം. ക്ലാരിഫൈ ഡെവിൾ, ക്ലാരിഫൈ ഡെവിൾ, ക്ലാരിഫൈ ഡെവിൾ, ക്ലാരിഫൈ ഡെവിൾ. ഡെവിൾ കാർഡ് അവിടെ എന്തുകൊണ്ടാണ് വന്നത്? നിങ്ങളിൽ ഒരാൾ ഒരു ഹീലറാണ്. ഹീലർ എന്ന് പറഞ്ഞാൽ സൈക്കാട്രിസ്റ്റോ അതേപോലെ അങ്ങനത്തെ ഹെൽപ്പ് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ. ഓക്കെ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും രീതിയിലുള്ള ഡിപ്രഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു അഡിക്ഷൻ, അതിനൊക്കെ ഒരു എന്താ പറയുക, അടിമപ്പെട്ടിരിക്കുകയായിരുന്നു എന്ന് കാണുന്നു. ഏത് പേഴ്സൺ ആയിരിക്കും, നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. അവിടെ നിങ്ങൾ ചെന്നത്, നിങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചെന്നത് ഈ പറഞ്ഞ് നിങ്ങളോ അവരോ ഡോക്ടറുമാണ്. ഓക്കെ, അങ്ങനെ തുടങ്ങിയ ബന്ധമാണ്. ആ ട്രീറ്റ്മെൻറ്റിൽ കൂടി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഇപ്പോൾ ക്യൂർഡാണ്. അവർ അതിൽ നിന്നും പുറത്ത് വന്നിരിക്കുന്നു, അഡിക്ഷനിൽ നിന്നും ഡിപ്രഷനിൽ നിന്നും പുറത്ത് വന്നിരിക്കുന്നു. നിങ്ങളാവാം, നിങ്ങളുടെ പേഴ്സൺ ആവാം കേട്ടോ. അങ്ങനെ വന്ന റിലേഷനാണ്. ആ റിലേഷൻ എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു കേട്ടോ. പാസ്റ്റിൽ നിങ്ങൾ അങ്ങനെ കണക്റ്റഡ് ആയതാണ്. നിങ്ങളോ അവരോ ഏതർ പേഴ്സൺ മറ്റേ ആളെ അപ്രോച്ച് ചെയ്തു, മറ്റേ ആൾ ഡോക്ടറാണ്. ഓക്കെ, അങ്ങനെ വന്ന റിലേഷനാണ്. അതൊരു വളരെ തീവ്ര ബന്ധമായിട്ട് മാറി എന്ന് കാണുന്നു. ആ കണക്ഷൻ ഇപ്പോഴും തുടരുന്നുമുണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ, അതേപോലെ നിങ്ങളുടെ പേഴ്സൺ പൊതുവെ ഒറ്റപ്പെട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ലൈക്ക് ലോണറാണ്. എപ്പോഴും ഇങ്ങനെ ഇൻട്രോവേർട്സ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, സ്വന്തം ചിന്തകളിൽ മുഴുകിയിരിക്കും. അവർക്ക് സംസാരിക്കാൻ അധികം ഇഷ്ടമല്ല. ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും കേട്ടോ. അങ്ങനെ നിങ്ങൾ ഇവരെ നോട്ടീസ് ചെയ്തു. ഇവരിങ്ങനെ എപ്പോഴും തനിയെ ഇരിക്കുന്ന, ഏതാണ്ട് കളഞ്ഞു പോയതുപോലെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് നിങ്ങളാണ്. നേരെ തിരിച്ചും നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന, ഒത്തിരി സംസാരിക്കുന്ന അങ്ങനത്തെ വ്യക്തിയാണ്. നിങ്ങൾ ടോട്ടൽ എക്സ്ട്രോവേർട്ടാണ്. അപ്പം നിങ്ങൾ അങ്ങോട്ട് കയറി സംസാരിച്ചു കാണും. ഓക്കെ, അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ റിലേഷൻ തുടങ്ങിയത്. അങ്ങനെ ഒരടുപ്പം വന്നതായിട്ടും ഗ്രാജ്വലി ഇവർ ആരോടും മനസ്സ് തുറക്കാത്ത ഇവർ നിങ്ങളോട് മനസ്സ് തുറന്ന് തുടങ്ങി. അങ്ങനെ വന്ന കണക്ഷനാണ് നിങ്ങളുടെ. ആരോടും പറയാത്ത പല കാര്യങ്ങൾ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് കാണുന്നു. ഓക്കെ, അതേപോലെ പ്രഥമ ദൃഷ്ട്യ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടം തോന്നിയതാണ് നിങ്ങൾക്ക്. കേസ് ബൈ കേസ് എടുക്കാൻ ഞാൻ വീണ്ടും പറയുകയാണ്. നിങ്ങൾ തമ്മിൽ കണ്ട മാത്രയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ട് കാണും. അവിടെ പരസ്പരം വല്ലാത്തൊരു ആകർഷണം തോന്നുകയും ഇവരെ പണ്ട് മുതലേ നമുക്കറിയാമല്ലോ എന്നൊരു ഫീലിംഗ് വരുമല്ലോ. വീണ്ടും വീണ്ടും നോക്കുക, എവിടെയാണ് കണ്ടിട്ടുള്ളതെന്ന് ആലോചിക്കുക. അങ്ങനെ രണ്ടുപേരും തന്നെ ചെയ്ത് കാണും, സംസാരിച്ച് അവിടെ വീണ്ടും വല്ലാത്തൊരു കണക്ഷൻ ഫീൽ ചെയ്തു. നമ്പേഴ്സ് കൈമാറി അങ്ങനെ കണക്ഷൻ കണ്ടിന്യൂ ചെയ്തു, സംസാരിച്ചു, റിലേഷനിൽ വന്നു എന്നും കാണുന്നു. ഓക്കെ, അതേപോലെ യാത്രക്കിടയിൽ വെച്ച് പരിചയപ്പെട്ടവരും ആയിരിക്കാം നിങ്ങൾ. ഓക്കെ, യാത്രയിൽ തുടർച്ചയായിട്ട് യാത്രകൾ പോകാൻ ഇഷ്ടമുള്ള വ്യക്തികളാണ്. എസ്പെഷ്യലി മലകൾ, വേറെ എവിടെ, മൗണ്ടൻ ഏരിയാസ്, ഹിമാലയൻ ഏരിയാസ്, ഹിമാചൽ പ്രദേശ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ
പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന പക്ഷെ മൗണ്ടൻസ് ഉള്ള ഏരിയ. ഓക്കെ, അല്ലെങ്കിൽ പൊന്മുടി പോലത്തെ അവരെ മല ഉള്ള ഏരിയ, ഹിൽ സ്റ്റേഷൻസ് ഫോർ എക്സാമ്പിൾ. ഓക്കെ, ആ വാക്ക് കിട്ടിയില്ല, അതാണ് ഞാൻ ഈ സ്ഥലങ്ങളുടെ പേരൊക്കെ പറഞ്ഞത്. ഹിൽ സ്റ്റേഷൻസ് ഒക്കെ പോകാൻ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കും. അവിടെ എങ്ങാനും വെച്ച് കണ്ടുമുട്ടിയതായിരിക്കും നിങ്ങൾ. അവിടെ വെച്ച് സംസാരിച്ചു, കണക്റ്റഡായി, ഒരുമിച്ച് യാത്ര ചെയ്തു. അത് വീണ്ടും പല യാത്രകളിലേക്ക് എത്തി. പല യാത്രകളിലും വെച്ച് വീണ്ടും നിങ്ങൾ പരസ്പരം കണക്റ്റായി. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫോം ആവുമല്ലോ. ആ ഫ്രണ്ട്ഷിപ്പ് തുടർന്ന് ഇപ്പോൾ ഒരു റിലേഷനിലെത്തിയിരിക്കുന്നു എന്ന് കാണുന്നു. ഓക്കെ, ഓഫീസ് മീറ്റിങ്സിൽ വെച്ച് പരിചയപ്പെട്ടു, അല്ലെങ്കിൽ ഒരു ഇവൻറ്റിൽ വെച്ചിട്ട്, ഓഫീസ് മീറ്റിങ്സിൽ വെച്ചിട്ട്, ഒരു പ്രോജക്റ്റ് റിലേറ്റഡ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും കണക്റ്റഡായ വ്യക്തികൾ, ഒരു കല്യാണത്തിൽ വെച്ച് പരസ്പരം കണ്ടവരായിരിക്കാം, ബർത്ത്ഡേ പാർട്ടി, അങ്ങനെയുള്ള 4 ആൾ കൂടുന്ന ഒരു സ്ഥലത്ത് ഒരു ഇവൻറ്റിൽ വെച്ചിട്ട് പരസ്പരം കണ്ടുമുട്ടിയ വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നു. നിങ്ങൾ രണ്ടുപേരും ഒരേ വൈബുള്ള ആൾക്കാരാണ്, ഒരേ താല്പര്യങ്ങൾ സൂക്ഷിക്കുന്ന വ്യക്തികളാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, അത് തന്നെ ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു ബുക്കിൻ്റെ പ്രകാശനത്തിൽ വെച്ച് നിങ്ങൾ രണ്ടുപേരും വായിക്കുന്നവരായിരിക്കാം. അവിടെ വെച്ച് നിങ്ങൾ കണ്ടുമുട്ടിയിരിക്കാം. ഒരേ ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യുന്ന വ്യക്തികളാണ്. ഫിലിം ഫെസ്റ്റിവൽ, അതിൻ്റെ വേദിയിൽ വെച്ച് കണ്ടുമുട്ടിയവരായിരിക്കാം. മനസ്സിലായല്ലോ? ഫോർ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ, അല്ലെങ്കിൽ ഒരു കല്യാണത്തിൽ വെച്ച് പരസ്പരം സംസാരിച്ചു, പരിചയപ്പെട്ട് സംസാരിക്കില്ലേ, അങ്ങനെ സംസാരിച്ച് കണക്റ്റഡായി. മീറ്റിങ്സിൽ വെച്ച്, ഓഫീസ് മീറ്റിങ്സിൽ വെച്ച് പരിചയപ്പെട്ടവരായിരിക്കാം. അങ്ങനെ കണക്ട് ചെയ്തു, അവിടെ നിന്ന് സംസാരം കണ്ടിന്യൂ ചെയ്തു, ഇപ്പോഴും കണക്റ്റഡാണ് എന്നാണ് കാണുന്നത്. ഓക്കെ, പിന്നെ സ്ട്രെങ്ത് ഒന്ന് നോക്കട്ടെ കേട്ടോ. ലവേഴ്സ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് നിങ്ങൾക്ക് കണ്ട മാത്രയിൽ തന്നെ തോന്നി. ഓക്കെ, സംസാരിച്ചു, കണക്റ്റഡായി, വീണ്ടും വളരെ അടുപ്പം തോന്നി. നിങ്ങളുടെ ഇടയിൽ പാസ്റ്റിൽ ഫിസിക്കൽ റിലേഷനും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ആ ഫിസിക്കൽ റിലേഷനും കൂടി ഉണ്ടായതോടുകൂടി നിങ്ങൾ വളരെ അധികം ഇമോഷണലിയും വളരെയധികം കണക്റ്റഡായി എന്നും കാണുന്നുണ്ട് കേട്ടോ. പാസ്റ്റിൽ അത്ര സീരിയസ് അല്ലാതെ വന്നൊരു റിലേഷൻഷിപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു, ഇമോഷണലി ഫിസിക്കലി കണക്റ്റഡ് ആയതോടുകൂടി നിങ്ങൾക്ക് തോന്നുന്നു അതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു റിലേഷൻ വന്നത് എന്ന് നിങ്ങളിപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നു കേട്ടോ. പാസ്റ്റിൽ നിങ്ങൾ ഈ ഇമോഷണലി ഫിസിക്കലി ആദ്യം കണക്റ്റഡായി, പിന്നീടാണ് ഇമോഷണൽ കണക്ഷൻ വന്നതെന്ന് കാണുന്നു കേട്ടോ. ക്ലാരിഫൈ സ്ട്രെങ്ത്, ക്ലാരിഫൈ സ്ട്രെങ്ത്, ക്ലാരിഫൈ സ്ട്രെങ്ത്, ക്ലാരിഫൈ സ്ട്രെങ്ത്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും ഹോസ്പിറ്റൽ റിലേറ്റഡ് കാര്യങ്ങൾക്കായിട്ട്, ഓക്കെ, അഡ്മിറ്റ് ആയവിടെ ഇവർ ഒരു മേ ബി നേഴ്സായിരിക്കാം, അത് മെയിലായാലും ഫീമെയിലായാലും, അവിടെ വെച്ച് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഹെൽപ്പ് വേണ്ടുന്ന സാഹചര്യമായിരുന്നു അത്. ഓക്കെ, അവിടെ വെച്ച് കണക്റ്റഡായ വ്യക്തികളാണ്, നിങ്ങൾക്ക് അവർ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എസ്പെഷ്യലി എനിക്ക് മെഡിക്കൽ ഇഷ്യൂ തന്നെയാണ് മനസ്സിൽ വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് അവിടെ അത്യാവശ്യമായിരുന്നു ആ സഹായം. അത് മെഡിക്കൽ റിലേറ്റഡ് സഹായമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവർ തന്ന കെയർ, അവർ നിങ്ങളെ ടേക്ക് കെയർ ചെയ്ത രീതി എല്ലാം നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുകയായിരുന്നു. നിങ്ങൾ വീണ്ടും ഇവരെ കോൺടാക്ട് ചെയ്ത്, അവരുമായിരിക്കാം, നേരെ തിരിച്ചുമായിരിക്കാം, നിങ്ങൾ കെയർ ചെയ്തായിരിക്കും, അവർ കോൺടാക്ട് ചെയ്തായിരിക്കും, 2 സൈഡും എടുത്തോളാം കേട്ടോ. അങ്ങനെ തുടങ്ങിയ കണക്ഷനാണ്. വീണ്ടും വീണ്ടും പരസ്പരം കണ്ടു, അങ്ങനെ ഒരു കണക്ഷൻ ഫോം ആയെന്ന് കാണുന്നു. സോ പാസ്റ്റിൽ നിങ്ങൾ ഈ ഒരു കെയറിങ് എന്നുള്ള മെൻറ്റാലിറ്റിയാണ് അവർക്ക് ആകർഷണീയമായിട്ട് തോന്നിയതെന്നാണ് കാണുന്നത്. ഓക്കെ, ക്ലാരിഫൈ ഹെർമിറ്റ്, ക്ലാരിഫൈ ഹെർമിറ്റ്, ക്ലാരിഫൈ ഹെർമിറ്റ്, ക്ലാരിഫൈ ഹെർമിറ്റ്. സിക്സ് ഓഫ് പെൻറ്റക്കിൾസ്. അവർക്ക് സാമ്പത്തിക സഹായം അത്യാവശ്യമായിരുന്ന ഒരു സമയമായിരുന്നു. അവർക്ക് ആരോട് ചോദിക്കണം എന്നറിയാൻ വയ്യാതെ ഇവർ പകച്ചു നിന്ന ഒരു സമയം. വളരെ അത്യാവശ്യമായിരുന്നു അവർക്ക് ആ സമയത്ത് ആ ഫൈനാൻഷ്യൽ ഹെൽപ്പ് എന്ന് പറയുന്നത്. അന്നേരം നിങ്ങൾ അറിഞ്ഞ് പെരുമാറുക എന്ന് പറയില്ലേ, അറിഞ്ഞ് പെരുമാറിയതുപോലെ നിങ്ങൾ അവർക്ക് ആ സഹായം ഓഫർ ചെയ്തു. ഓക്കെ, ഓഫർ ചെയ്ത് അവിടെ ആണ് അവർക്ക് ആ ഒരു നന്ദി ഉണ്ടല്ലോ, ആ നന്ദിയിൽ നിന്നുമാണ് ആ സ്നേഹം ഉണ്ടായത് എന്ന് കാണുന്നു. അവർ ഓഫ് കോഴ്സ് നിങ്ങളെ ഒരിക്കലും മറക്കില്ല, കാരണം അവർ ജീവിതത്തിൽ ക്രിട്ടിക്കലായിട്ട് നിന്നൊരു സമയത്താണ് അവർക്ക് ആ പൈസ കൂടിയേ തീരൂ.
ആ സമയത്ത് പകച്ചു നിൽക്കുകയായിരുന്നു, ഒറ്റപ്പെട്ട് നിൽക്കുകയായിരുന്നു, ആരും ഹെൽപ്പ് ചെയ്യാനില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവിടെ നിങ്ങൾ ഇവർക്കറിയാവുന്ന വ്യക്തിയാണ്, സുഹൃത്ത് വലയത്തിലുള്ളവരാണ്, അറിഞ്ഞ് സഹായിക്കുക. ആരും അറിയാതെ ഇവർ മാത്രം അറിഞ്ഞ് സഹായിക്കുക എന്ന് പറയില്ലേ, അവരുടെ കഷ്ടപ്പാട് അറിഞ്ഞ് നിങ്ങൾ സഹായിച്ചു. ആ ഒരു കണക്ഷൻ അത് അവർക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല, നിങ്ങൾ ചെയ്ത ആ ഹെൽപ്പ്. അങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ച് നിങ്ങൾ തമ്മിൽ സംസാരിച്ചു, അവിടെ ഒരു സ്ട്രോങ് കണക്ഷൻ വന്നു എന്ന് കാണുന്നു. ഓക്കെ, അപ്പോൾ ഇത് പാസ്റ്റ് നിങ്ങളുടെ. ഇനി പ്രസൻറ്റും ഫ്യൂച്ചറും കൂടെ നോക്കേണ്ടതുകൊണ്ട് ഇത്രയും മതി. നമുക്കിനി പ്രസൻറ്റിലേക്ക് പോകാം. ഡിവൈൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പ്, അവരുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നൊന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞു തരും. ഇപ്പോഴത്തെ അവസ്ഥ, അവരുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, പ്രസൻറ്റ് എന്താണ് എന്നൊന്ന് പറഞ്ഞു തരും. വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ പ്രസൻറ്റ് എന്താണ് എന്നാണ് വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണ് എന്ന് പറഞ്ഞു തരും. King of Swords, Knight of Swords, Four of Swords. പലർക്കും സ്ട്രെസ്സാണല്ലോ കാണുന്നത്. Devil, Page of Wands, Lovers, Knight of Swords, Ace of Wands. ശരി, ഗുഡ്, അറ്റ്ലീസ്റ്റ്. The Fool, Queen of Cups, Two of Cups, Seven of Cups, Queen of Wands. Clarify King of Swords, clarify King of Swords, clarify King of Swords. Seven of Pentacles. Clarify Four of Swords, clarify Four of Swords, clarify Four of Swords, clarify Four of Swords. Three of Wands. Okay. Clarify Seven of Cups. Clarify Seven of Cups. Clarify Seven of Cups. Page of Cups. ഓക്കെ, കേസ് ബൈ കേസ് തന്നെയാണ് ഇതും കേട്ടോ. അവരവർക്ക് റെസനേറ്റ് ആവുന്ന കാർഡ് മാത്രം എടുക്കുക. ജനറലി വരുന്നത് ഞാൻ അതും പറയും. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും വളരെ സ്ട്രോങ്ലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. വളരെ തീവ്രമായിട്ട് ഒരു മാഗ്നറ്റിക് പുള്ള് അവർ നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, ചിലർ ജോലി സംബന്ധമായിട്ടൊക്കെ സ്വല്പം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. നിങ്ങളെ ഒരു വെയിറ്റിംഗ് പീരീഡിൽ ഇരുത്തിയിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, അതായത് കരിയറിൽ ഒന്ന് സെറ്റ് ആവട്ടെ, കുറച്ച് സേവിങ്സ് ആവട്ടെ, പുതുതായിട്ട് ജോലി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ ജോലിയിൽ ജസ്റ്റ് കയറിയിട്ടേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് സേവിങ്സ് ആവട്ടെ എന്ന് വിചാരിച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കാം. എന്തായാലും അവർ ഇപ്പോൾ അവരുടെ ലോജിക്കാണ് കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത്. ഫൈനാൻസസിനെ പറ്റി ശ്രദ്ധിച്ചേ മതിയാകൂ എന്ന് അവർ കരുതുന്നു. വർക്കിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു. പുതിയൊരു ബിസിനസ് തുടങ്ങിയതായിരിക്കാം, അതൊന്ന് പച്ച പിടിക്കട്ടെ, അങ്ങനെയൊക്കെ ചിന്തിച്ച് ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ട്, ജോലി റിലേറ്റഡ് ആയിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നു എന്നാണ് അവിടെ കാണുന്നത് കേട്ടോ. ജോലി സംബന്ധമായിട്ടൊക്കെ ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകേണ്ട ഒരു സാഹചര്യവും അവർക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് ഇഷ്ടമില്ല, അവരങ്ങനെ ദൂരെ പോയി ഇരിക്കുന്നതോ എബ്രോഡ് പോയിരിക്കുന്നതോ ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമില്ല. പക്ഷേ അവർക്ക് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചേ മതിയാകൂ, അതുകൊണ്ട് തന്നെ അവർ പോയിട്ടുണ്ട് എന്നും കാണുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് സ്വല്പം സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. അവരും വലിയ ഹാപ്പിയൊന്നുമല്ല ദൂരെ ഇരിക്കുന്നതിൽ, അവരും വലിയ ഹാപ്പിയൊന്നുമല്ല എന്നും കാണുന്നുണ്ട്. ചിലർക്കെങ്കിലും അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കാണുന്നുണ്ട്. ആ ലോങ് ഡിസ്റ്റൻസ് ഇരിക്കുന്ന അവിടെ അവരുടെ സ്പൗസ് കൂടുതൽ ഉള്ളതുപോലത്തെ ഒരു ഫീലിങ്ങും എനിക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇവർ നിങ്ങളെ പ്രതി വല്ലാത്തൊരു മാഗ്നറ്റിക് പുള്ള് ഫീൽ ചെയ്യുന്നു. ഒരിക്കലും വിട്ടുപോകാൻ പറ്റുന്ന ഒരു റിലേഷൻ അല്ല നിങ്ങളുടേത് എന്നവർ ഉറച്ച് വിശ്വസിക്കുന്നു കേട്ടോ. നിങ്ങൾ അവരുടെ സോൾമേറ്റാണ്, പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നൊക്കെ അവർ തുടർച്ചയായിട്ട് ചിന്തിക്കാറുണ്ട്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, മെസ്സേജസ് വരാറുണ്ടായിരിക്കും, കോൾ വരാറുണ്ടായിരിക്കും. സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നും കാണുന്നു. ഓക്കെ, പക്ഷെ അവർ ചില സമയങ്ങളിൽ ഒരു ഓൺ ആൻഡ് ഓഫ്
ആയി പോകുന്ന ഒരു സിറ്റുവേഷനും കാണുന്നുണ്ട്. വിചാരിക്കുന്ന രീതിയിൽ കണക്റ്റഡായിട്ട് നിൽക്കാൻ അവരുടെ ഭാഗത്തു നിന്ന് അവർക്ക് സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നം അവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് അതിനെക്കുറിച്ച് മനസ്താപമുണ്ട് കേട്ടോ. വിചാരിക്കുന്ന രീതിയിൽ എപ്പോഴും നിങ്ങൾക്ക് 24 മണിക്കൂർ മെസ്സേജ് അയച്ചാലും ഓക്കെയാണ്. പക്ഷേ അവർക്ക് അതിന് സാധിക്കുന്നില്ല. അതിനെക്കുറിച്ച് അവർക്ക് മനസ്താപമുണ്ട് കേട്ടോ. നിങ്ങളുമൊത്ത് ഒരു റൊമാൻറ്റിക് ബിഗിനിങ് വേണം എന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ. ലൈഫ് ലോങ് നിങ്ങൾ കൂടെ വേണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. അതേപോലെ ഇനി നിങ്ങളെ കാണാൻ വരുന്ന സമയത്ത്, റീയൂണിയൻ്റെ സമയത്ത് നിങ്ങളുമൊത്ത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. നിങ്ങൾ മാത്രമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. യാത്ര പോകുന്നതിനെ പറ്റിയിട്ടും അവർ ആലോചിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളൊത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ മൗണ്ടൻ ഏരിയ, ഹിൽ സ്റ്റേഷൻസ് അങ്ങനെയൊക്കെ ഒരു യാത്ര പോയാൽ കൊള്ളാമെന്നും അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ. നിങ്ങളുമായിട്ട് ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റഡാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളും അതെ, പരസ്പരം ഇമോഷണലി വളരെ കണക്റ്റഡായിട്ട് നിൽക്കുന്ന വ്യക്തികളായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നു. പരസ്പര സ്നേഹമാണ് 2 ഓഫ് കപ്സ് വരുമ്പോൾ. അറ്റ് പ്രസൻറ്റിൽ വെരി സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ നിങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നതായിട്ട് കാണുന്നു. ചിലർക്കെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ റിലേഷനിൽ വന്നിരിക്കുന്നതും. അവിടെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും ശ്രമിക്കുന്നതും കേട്ടോ. നിങ്ങൾ അവരുടെ ലൈഫിൽ നിങ്ങൾ പറയുന്നതെല്ലാം അവർ പൊതുവെ അനുസരിക്കാറുണ്ട്. നിങ്ങളുടെ തീരുമാനങ്ങളെ അവർ മാനിക്കാറുണ്ട്. കാരണം നിങ്ങളെ അവർക്ക് സ്നേഹമാണ്, വിശ്വാസമാണ്, റെസ്പെക്റ്റാണ്. ഓക്കെ. നിങ്ങൾ പറയുന്നത് തെറ്റില്ല എന്ന് അവർ കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയുന്നത് കൂടുതലായിട്ട് അവർ അനുസരിക്കാൻ ശ്രമിക്കാറുണ്ട് എന്ന് തന്നെ കാണുന്നു. നിങ്ങളെ അവർ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. തീരുമാനങ്ങൾ എടുക്കാനും എല്ലാം വേണ്ടിയിട്ട് നിങ്ങളെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ടും കാണുന്നു. ഓക്കെ. കിങ് ഓഫ് വാൻസ്. മനസ്സുകൊണ്ട് നിങ്ങൾ ഓൾറെഡി അവരുടെ പാർട്ട്ണർ തന്നെയാണ്. ഒന്നുകിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ഓൾറെഡി, അല്ലെങ്കിൽ അവരെ നിങ്ങൾ പരസ്പരം ആ സ്ഥാനത്താണ് പരസ്പരം കാണുന്നത്. ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞ് തന്നെയാണ് നിങ്ങൾ മനസ്സിൽ പരസ്പരം കാണുന്നത്. പരസ്പര സ്നേഹം, വിശ്വാസം, റെസ്പെക്റ്റ് എല്ലാം നിങ്ങൾ കീപ്പ് ചെയ്യുന്നു. വളരെയധികം അട്രാക്റ്റഡുമാണ് രണ്ടുപേരും എന്ന് തന്നെ കാണുന്നു കേട്ടോ. നിങ്ങൾക്കായിട്ടുള്ള അവരുടെ തീരുമാനം ഉറച്ചതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു കേട്ടോ. അവരൊരിക്കലും നിങ്ങളെ ചതിച്ചിട്ട് പോകില്ല എന്ന് നിങ്ങളും വിശ്വസിക്കുന്നു, അവരും വിശ്വസിക്കുന്നു. ഓക്കെ. സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും നിങ്ങൾ ഒരുമിച്ച് നേരിടും എന്ന് തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വാക്ക് നിങ്ങൾ പരസ്പരം കൊടുത്തിട്ടുമുണ്ട്. കമ്മ്യൂണിക്കേഷൻ അവരും ആഗ്രഹിക്കുന്നു, നിങ്ങളും ആഗ്രഹിക്കുന്നു കേട്ടോ. തുടർച്ചയായിട്ട് ഇവർ വിളിക്കാറുണ്ടായിരിക്കും, മെസ്സേജ് വരാറുണ്ടായിരിക്കും. പറ്റുന്ന സമയത്തെല്ലാം നിങ്ങൾ തമ്മിൽ കാണാറുണ്ട് എന്നും കാണുന്നു കേട്ടോ. നിങ്ങൾ രണ്ടുപേരും തന്നെ സ്വന്തം കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇത് സ്നേഹത്തിൽപ്പെട്ട് അതിൽ മാത്രം മുഴുകി അങ്ങനെ അങ്ങ് ഇരിക്കുമൊന്നുമല്ല. രണ്ടുപേരും അവരവർ ചെയ്യേണ്ടുന്ന ചുമതലകൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ലവ് എല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട്. അവരവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന സകല കാര്യങ്ങളും, ജോലിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം നിങ്ങൾ രണ്ടുപേരും തന്നെ കറക്റ്റായിട്ട് ചെയ്തു പോകുന്നുണ്ട് എന്നും കാണുന്നു കേട്ടോ. റെസ്പോൺസിബിലിറ്റിക്ക് അവിടെ മുഖം തിരിച്ചിട്ടല്ല നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത്. കുടുംബം എന്ന് പറഞ്ഞ ആ ഒരു ഫാക്ടറിനും നിങ്ങൾ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് ഇപ്പം മാതാപിതാക്കൾക്കാവട്ടെ, സഹോദരങ്ങൾക്കാവട്ടെ, ചിലർക്കെങ്കിലും തേർഡ് പാർട്ടി ഉണ്ട് അവിടേക്കായാലും ആ റെസ്പോൺസിബിലിറ്റി മറന്നിട്ട് രണ്ടുപേരും നിൽക്കുന്നില്ല. ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് തന്നെയാണ് രണ്ടുപേരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ കാണുന്നു. ഓക്കെ. പരസ്പരം നിങ്ങൾ വളരെയധികം സന്തോഷം പ്രദാനം ചെയ്യുന്നു എന്നും കാണുന്നു. വളരെയധികം ഇമോഷണലി കണക്റ്റഡാണ് രണ്ടുപേരും. ഓക്കെ. തമ്മിൽ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷം തോന്നുകയും എന്താ പറയുക, ഇവരാണ് നമ്മളുടെ ലോകം എന്ന് തോന്നുന്ന അത്രയും ഒരു കണക്ഷൻ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് തന്നെ കാണുന്നു. ഈ റിലേഷൻഷിപ്പ് ലൈഫ് ലോങ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നിങ്ങൾ രണ്ടുപേരും തന്നെ കരുതുന്നുണ്ട് കേട്ടോ. പകുതിക്ക് വിട്ടു പോകാനല്ല, പലരുടെയും ലോങ് ടേം റിലേഷൻഷിപ്പാണ് ഓൾറെഡി കുറേ കാലമായിട്ട് നിങ്ങൾക്കറിയാം. ആ റിലേഷൻ ഇനിയും ജീവിതാവസാനം വരെ ലൈഫ് ലോങ് ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെ നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നു. പരസ്പരം ഒരു ഭാഗ്യമായിട്ടാണ് നിങ്ങൾ രണ്ടുപേരും കണക്കാക്കുന്നത് കേട്ടോ. നിങ്ങൾ കണക്റ്റഡ് ആയതിനു ശേഷമാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം നല്ല രീതിയിൽ മാറി വന്നത് എന്ന് രണ്ടുപേരും തന്നെ കണക്റ്റഡായിട്ട് ഫീൽ ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും വിശ്വസിക്കുന്നു കേട്ടോ. ഭാഗ്യമാണ് പരസ്പരം എന്നുള്ള രീതിയിൽ ഒരു ബാലൻസ്ഡായിട്ട് ഈ റിലേഷൻഷിപ്പ്
മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പരസ്പരം സംസാരിക്കുമ്പോൾ കാണുമ്പോൾ നിങ്ങൾ രണ്ടുപേരും വല്ലാത്തൊരു മനസ്സമാധാനം ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം കണക്ഷൻ രണ്ടുപേരും തമ്മിൽ ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, ഇതായിരുന്നു നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ. ഫ്യൂച്ചറിൽ ഇനി എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിന് എൻ്റെ റിലേഷൻഷിപ്പ്, അവരുടെ പേഴ്സണലായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഭാവിയിൽ എന്താണ് കാണുന്നത്, ഫ്യൂച്ചറിൽ എന്താണ് കാണുന്നത് എന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ അവരുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഭാവിയിൽ എന്താണ് കാണുന്നത് എന്ന് പറഞ്ഞു തരൂ. ദയവായി നല്ല കാഴ്ച തരൂ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണുമായിട്ടുള്ള അവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിൽ എന്താണ് കാണുന്നത്, നല്ലതായിട്ട് തന്നെയല്ലേ കാണുന്നത് ഒന്ന് പറഞ്ഞു തരൂ ഡിവൈൻ. ഏസ് ഓഫ് പെൻഡക്കിൾസ്, പേജ് ഓഫ് പെൻഡക്കിൾസ്, അത് എടുക്കാം, നല്ല കാർഡ്സ് ആയതുകൊണ്ട്. എംപ്രസ്, ഗുഡ്. ജസ്റ്റിസ്, ക്വീൻ ഓഫ് വാൻഡ്സ്, കിങ് ഓഫ് സ്വാർഡ്സ്, ക്വീൻ ഓഫ് കപ്സ്, ഏസ് ഓഫ് വാൻഡ്സ്. ഇത് പ്രസൻറ്റും ഫ്യൂച്ചറൊക്കെ ഒരുപോലെ ഇരിക്കുന്നു അല്ലേ. 10 ഓഫ് പെൻഡക്കിൾസ് അല്ലേ ഞാൻ പറഞ്ഞ പോലെ. പേജ് ഓഫ് വാൻഡ്സ്, എംപറർ, വീൽ, 6 ഓഫ് കപ്സ്. ഞാൻ പറഞ്ഞില്ലേ പ്രസൻറ്റും ഫ്യൂച്ചറൊക്കെ ഒരുപോലെ തന്നെ ഇരിക്കുന്നു ആക്ച്വലി. ഓക്കെ, നിങ്ങൾ ഒത്തൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും. നിങ്ങൾ ഒരുമിച്ച് ചിലപ്പോൾ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാനും സാധ്യതയുണ്ട് കേട്ടോ. അതുപോലെ എന്നും ഒരു സപ്പോർട്ടായിട്ട് അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ലൈഫിൽ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുമെന്നും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കണക്റ്റഡ് തന്നെ ആയിരിക്കും. നല്ല രീതിയിൽ ചാറ്റിംഗ്, മെസ്സേജസ്, കോൾസ്, പരസ്പരം കണ്ട് സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യും. ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഇവർ നിങ്ങളുടെ എപ്പോഴും ഫോളോ ചെയ്യും എന്നും കാണുന്നു കേട്ടോ. ഭാവിയിലും നല്ല രീതിയിൽ കണക്റ്റഡ് ആയിരിക്കും എന്ന് തന്നെ കാണുന്നുണ്ട്. നിങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ, അമ്മ ആവുന്നതായിട്ടും കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒന്നിച്ചൊരു ജീവിതം, ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഒരു ഫാമിലി രൂപമാവുന്നതായിട്ടും അവിടെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതായിട്ടും കാണുന്നുണ്ട്. പരസ്പരം സപ്പോർട്ട് ചെയ്ത് സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അതേപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു നല്ല ബാലൻസിൽ മുന്നോട്ട് പോകുമെന്നും കാണുന്നു. ചിലർക്കെങ്കിലും ഒരു സെപ്പറേഷൻ കേസ് അവരുടെ പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടെങ്കിൽ ആ സെപ്പറേഷൻ കേസ് സക്സസ് ആവുന്നതായിട്ട്, അതായത് ആ പേഴ്സൻ്റെ ലൈഫ് സ്പൗസ് സെപ്പറേറ്റഡ് ആവുന്നതായിട്ടും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അത് ഓൾറെഡി കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ടാവുക. ഓൾറെഡി നിങ്ങൾ കാരണമല്ല ആ കേസ് ഉണ്ടായത്. ഓൾറെഡി അവർ ഒന്നുകിൽ ഡിവോഴ്സ്ഡ് ആണ് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആണ്. ആ സമയത്ത് കേസ് നടക്കണ്ടായിരുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു പോസിറ്റീവ് സെറ്റിൽമെൻറ്റ് കേസിന് വരുന്നതായിട്ടും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് വരുന്നതായിട്ടും കാണുന്നു. നിങ്ങൾ പരസ്പരം റെസ്പെക്റ്റ് ചെയ്തും സ്നേഹിച്ചും വിശ്വസിച്ചും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ പരസ്പരം എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട്. എന്ത് തീരുമാനം എടുക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് സംസാരിച്ച് ആലോചിച്ചിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കാറ്. അതുപോലെ തന്നെ മുന്നോട്ട് പോകുമെന്നും കരുതുന്നു. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് പ്രാക്ടിക്കൽ അപ്രോച്ചുള്ള വ്യക്തിയാണ്. നിങ്ങൾ കുറച്ച് ഇമോഷണൽ ആയിട്ട് കൂടുതൽ ആയിട്ട് പ്രകടിപ്പിക്കുന്ന ഒരാളും നിങ്ങളുടെ പേഴ്സൺ കുറച്ച് കുറവായിട്ട് പ്രകടിപ്പിക്കുന്ന ഒരാളുമായിരിക്കാം. അത് ആ രീതിയിൽ തന്നെ തുടരും കേട്ടോ. നിങ്ങൾ കുറച്ച് ഓവർ ഇമോഷണൽ ആയിരിക്കും. പെട്ടെന്ന് കരച്ചിൽ വരും, സങ്കടം വരും, ദേഷ്യം വരും. പക്ഷേ അവർ എല്ലാം ക്ഷമയോടെ ഇരുന്ന് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. എടുത്തുചാട്ടം അവർ ശീലിച്ചിട്ടില്ല. ഓക്കെ, പ്രാക്ടിക്കൽ സൈഡ്, നിങ്ങൾ ഇമോഷണൽ സൈഡ് കുറച്ച് വീക്കാവുമ്പോൾ അവർ കുറച്ച് പ്രാക്ടിക്കാലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരസ്പരം ബാലൻസ് ചെയ്യും എന്നാണ് കാണുന്നത് കേട്ടോ. ഒരു റൊമാൻറ്റിക് ബിഗിനിങ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർ ഇതുവരെയും നിങ്ങളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യും. അവിടെ ഒരു റിലേഷൻ ഫോം ആവുന്നതായിട്ട് കാണുന്നു കേട്ടോ. അതുപോലെ നിങ്ങളെ അവരുടെ കുടുംബത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതായിട്ടും കാണുന്നു. നിങ്ങൾ ഓൾറെഡി അവരുടെ കുടുംബം അല്ലെങ്കിൽ ആ കുടുംബത്തിലേക്ക് നിങ്ങളെ ചേർക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. അതേപോലെ കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും 100% തുടർച്ചയായിട്ട് കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടേയിരിക്കും. ഇവരെന്നും വിളിക്കും, എന്നും കണക്റ്റഡായിട്ട് നിൽക്കും. ദൂരെ ആണെങ്കിൽ അടുത്താണെങ്കിലും ഇവർ ഡെയിലി നിങ്ങളെ വിളിച്ച കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യും എന്ന് തന്നെ കാണുന്നു കേട്ടോ. അതേപോലെ
ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് രണ്ടുപേരും തന്നെ പരസ്പരം ഏറ്റെടുത്ത് ചെയ്യുമെന്ന് കാണുന്നു. എസ്പെഷ്യലി നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾ ഓൾറെഡി അവരുടെ പാർട്ട്ണർ ആണെന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ മനസ്സിൽ സൂക്ഷിക്കുന്നത് കേട്ടോ. എംപററും എംപ്രസും വന്നിരിക്കുന്നു. അവിടെ ഇമോഷണൽ കണക്ഷനും വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൾറെഡി ഒരു പാർട്ട്ണറാണ് അവരുടെ മനസ്സിൽ. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിലും അങ്ങ് ആ സ്ഥാനത്ത് തന്നെയാണ് അവർ നിങ്ങളെ കാണുന്നത്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അവരുടേതും കൂടിയാണ് എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു കേട്ടോ. നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെ തരം ഡിഫറൻസസ് ഉണ്ടെങ്കിലും അതൊന്നും അവർക്ക് പ്രശ്നമല്ല. അവർക്ക് ഇമോഷണലി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയി കഴിഞ്ഞു. അത് വിട്ട് കളയാൻ അവർക്ക് സാധിക്കില്ല എന്ന് തന്നെ അവർ കരുതും കേട്ടോ. അവർ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കും നിങ്ങളുമായിട്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ലോങ് ടേം പരസ്പരം വിട്ടു പിരിയാൻ കഴിയാത്ത രീതിയിൽ ഒരു ലൂപ്പിലകപ്പെട്ടതുപോലെ നിങ്ങൾ പരസ്പരം കണക്റ്റഡ് ആയിട്ട് നിൽക്കുമെന്ന് തന്നെ കാണുന്നു. ഓക്കെ, ലോങ് ടേം ജീവിതാവസാനം വരെയും ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും എന്നും കാണുന്നുണ്ട്. നിങ്ങളുടേത് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ്. തുടർന്നും അത് കണ്ടിന്യൂ ചെയ്യും. ഒരുമിച്ച് ഒരുപാട് ഓർമ്മകൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതായിട്ടും കാണുന്നു. സന്തോഷ നിമിഷങ്ങൾ ഒന്നിച്ച് ഫേസ് ചെയ്യുന്നതായിട്ടും, സന്തോഷമാവട്ടെ സങ്കടമാവട്ടെ അങ്ങനെ ഒരുപാട് മെമ്മറീസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ നിങ്ങൾ പരസ്പരം കണക്റ്റഡായിട്ട് നിൽക്കുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. സ്പിരിച്വലിയും നിങ്ങൾ രണ്ടുപേരും കണക്റ്റഡ് ആയിരിക്കുമെന്ന് കാണുന്നു. ഒന്നിച്ച് അമ്പലത്തിൽ പോവുക, പള്ളിയിൽ പോവുക, പ്രയർ മീറ്റിൽ പങ്കെടുക്കുക, അങ്ങനെ പിന്നെ രണ്ടുപേരും തന്നെ ടാരോ കാണാറുണ്ടെന്നും എനിക്ക് കാണുന്നു. ആസ്ട്രോളജിയിൽ വിശ്വസിക്കുന്നവരാണ് രണ്ടുപേരും എന്നും കാണുന്നു. ഓക്കെ, സ്പിരിച്വലി വളരെയധികം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. അമ്മയുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. ഓക്കെ, അമ്മയുടെ സമ്മതത്തോടു കൂടി തന്നെ ആയിരിക്കും നിങ്ങളുടെ കണക്ഷൻ മുന്നോട്ട് പോകുന്നത് എന്നും കാണുന്നു കേട്ടോ. പരസ്പരം സന്തോഷം പ്രദാനം ചെയ്യുന്ന, പോസിറ്റിവിറ്റി പ്രദാനം ചെയ്യുന്ന, ഒരാൾ ലോ ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ മറ്റേ ആൾ സമാധാനിപ്പിച്ച് ഒരു പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരിക, ആ രീതിയിൽ പരസ്പരം സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകും എന്ന് തന്നെ കാണുന്നു. കുടുംബം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അത് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെ അവിടെ കാണുന്നു. നിങ്ങളുടെ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഫിസിക്കലി ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കും എന്ന് കാണുന്നു. ആ ഒരു സ്നേഹബന്ധം വിട്ടുപോകുന്നതായിട്ട് കാണുന്നില്ല. പരസ്പരം വിവാഹിതരാവുന്നതായിട്ടും കാണുന്നു കേട്ടോ. വിവാഹം കഴിച്ച് നല്ല രീതിയിൽ സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓവർവെൽമിങ് സ്നേഹം, പൊസസീവ്നെസ് വരാതെ ശ്രദ്ധിച്ചോളുക. ഓവർവെൽമിങ് സ്നേഹമൊക്കെ നല്ലത് തന്നെ. അത് ഫാമിലി ആവുമ്പോഴും അതെ, അല്ല ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴും അതെ, പാർട്ട്നേഴ്സ് ലിവിൻ പാർട്ട്നേഴ്സ് ആവട്ടെ, എന്ത് റിലേഷൻ തന്നെ ആവട്ടെ, അവിടെ പൊസസീവ്നെസ് വരാതെ ശ്രദ്ധിക്കുക. സ്നേഹം ഓവർവെൽമിങ് ആവുന്നതൊക്കെ ഓക്കെ തന്നെ. പൊസസീവ്നെസ് വരുന്ന അവിടെ അതിൻ്റെ ഇത് മാറിപ്പോവും, അവിടെ ബുദ്ധിമുട്ടുകൾ വരും. അതുകൊണ്ട് പൊസസീവ് ആവാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ സ്റ്റുഡൻ്റ് ആണെങ്കിൽ പഠിത്തം കംപ്ലീറ്റ് ചെയ്ത് വരുന്നതായിട്ടും അവരുടെ അമ്മയുടെ സമ്മതപ്രകാരം റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടും കാണുന്നു കേട്ടോ. കേസ് ബൈ കേസ് എടുത്തുകൊള്ളുക. ഓക്കെ, പൊസസീവ്നെസ് വരുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. പൊസസീവ്നെസ്സും പ്രൊട്ടക്റ്റീവ്നെസ്സും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതിൽ രണ്ടിൽ ആർക്കാണെന്നറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് നല്ലതല്ല. പൊസസീവ്നെസ്സും പ്രൊട്ടക്റ്റീവ്നെസ്സും ഓവറായിട്ട് വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും മനസ്സിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഹെൽത്തി റിലേഷൻഷിപ്പിൽ ഒരിക്കലും പൊസസീവ്നെസ് നല്ലതല്ല. പ്രൊട്ടക്റ്റീവ്നെസ് ഈസ് ഓക്കെ, പക്ഷേ ഒരു പരിധി വരെയും ഓക്കെ കേട്ടോ. അങ്ങനെ സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ. രണ്ടുപേരും തന്നെ ജോലി ചെയ്യുകയും സമ്പാദിക്കുകയും സ്വന്തം കാലിൽ നിൽക്കുകയും സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ഡിപ്പെൻഡൻസി, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ രണ്ടുപേരും അവരവരുടെ സ്ഥാനത്ത് അവരവർ ചെയ്യേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി, അവരവരുടെ ജോലി എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ട്, ജീവിതവും കരിയറും രണ്ടും തന്നെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഓവറോൾ നിങ്ങളുടെ ഭാവിയിൽ വലിയ പ്രോബ്ലംസ് വരുന്നതായിട്ട് കാണുന്നില്ല. നല്ല സ്ട്രോങ്ലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നും കാണുന്നു. ഇത് ആർക്കൊക്കെ കണക്റ്റ് ആയെന്ന് എനിക്കറിയില്ല. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട്
കാർഡ്സ് വരുന്നതിനനുസരിച്ച് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ആർക്കൊക്കെ റെസനേറ്റ് ആയ അവർ മാത്രം എടുക്കുക, ബാക്കിയുള്ളവരങ്ങ് വിട്ട് കളയുക കേട്ടോ. എല്ലാ റീഡിങ്ങും എല്ലാവർക്കും ഉള്ളതല്ല. ഓക്കെ, അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പറയാം, ഇത് നിങ്ങളുടെ തന്നെ റീഡിംഗ് ആണ്, ഇതിങ്ങനെ വരൂ എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കും. ജനറൽ റീഡിങ്ങിൽ നമുക്കങ്ങനെ പറയാൻ സാധിക്കില്ല. അപ്പോൾ ഓവറായിട്ട് എക്സൈറ്റഡ് ആവുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യരുത്, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റും ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്താലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്താണെന്നൊക്കെ എനിക്ക് അറിയാൻ സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ കമൻറ്റും കൂടെ ഒന്ന് ചെയ്യുവേ. അപ്പോൾ വേറൊന്നുമില്ല, പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.